ഒടുവിൽ രാജസഭയിൽ വെച്ച് ദ്രൗപദിയുടെ അഭിമാനം നശിച്ചു പോകുമെന്ന ഘട്ടം വന്നപ്പോൾ ദ്രൗപദിക്ക് വസ്ത്രം നൽകി അവളുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കാൻ മാത്രം അങ്ങ് ഇടപെട്ടു. അങ്ങേക്ക് എങ്ങനെ ദ്രൗപദിയുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടാനാകും? അവളെ ഒരു പുരുഷൻ രാജ്യസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അനേകം ആളുകളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീക്ക് എന്തഭിമാനമാണ് ബാക്കിയുണ്ടാവുക? അങ്ങ് എന്താണ് സംരക്ഷിച്ചത്? അങ്ങ് ഒരാളെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കുമ്പോഴല്ലേ അങ്ങയെ ആപൽ ബാന്ധവൻ എന്ന് വിളിക്കേണ്ടത്? ആപത്തുണ്ടായപ്പോൾ അങ്ങയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇതാണോ അങ്ങ് അനുശാസിക്കുന്ന ധർമ്മം? കഠിനമായ ഈ ചോദ്യങ്ങൾ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉദ്ധവരുടെ മനസ്സിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മഹാഭാരത കഥയറിയുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഉദ്ധവർ ഈ ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിച്ചത്.